இல்லாட்டி ஏதாவது ஒரு காரணம் சொல்லி போவாங்க. போயிட்டு കേരളത്തിലെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ പ്ലാന്റേഷൻ മേഖലയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. തേയില, കാപ്പി, റബ്ബർ, ഏലയ്ക്ക തുടങ്ങിയ വിളകൾ സംസ്ഥാനത്തെ കൃഷിഭൂമിയുടെ ഏകദേശം 29% വിഹിതം കൈവരിക്കുന്നു. ഇത് 10 ലക്ഷത്തിലധികം കർഷകരുടെ ജീവിതോപാധിയാണ്. അതുപോലെ തന്നെ 4 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് സ്ഥിര തൊഴിലും ഈ മേഖല നൽകുന്നു. പ്ലാന്റേഷൻ കൃഷി സാധാരണ കൃഷിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവയ്ക്ക് വലിയ തുടക്ക നിക്ഷേപവും വർഷങ്ങളോളം നീളുന്ന വളർച്ചാ കാലയളവും ആവശ്യമാണ്. അതിനാൽ ഈ മേഖലയ്ക്ക് ദീർഘകാല നയസ്ഥിരതയും ഭൂമിയുടെ ഉപയോഗത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യവും അത്യാവശ്യമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ മേഖല നിരവധി വെല്ലുവിളികൾ നേരിടുകയാണ്. പ്ലാന്റേഷൻ ഉൽപാദനത്തിന്റെ മൂല്യം 21,000 കോടിയിൽ നിന്ന് 9,750 കോടിയായി കുറഞ്ഞു. പിന്നീട് കുറച്ച് വീണ്ടെടുപ്പുണ്ടായെങ്കിലും പൂർണ്ണമായി മടങ്ങിയെത്തിയിട്ടില്ല. അതിലും ആശങ്കാജനകമായ കാര്യം കൃഷി വിസ്തീർണം കൂടിയെങ്കിലും ഉൽപാദനം കുറഞ്ഞു. മൊത്തം ഉൽപാദനം 9.1 ലക്ഷം ടണ്ണിൽ നിന്ന് 7 ലക്ഷം ടണ്ണിന് താഴെയായി. റബ്ബർ ഉൽപാദനക്ഷമതയും ഗണ്യമായി കുറഞ്ഞു. തൊഴിലവസരങ്ങളും കുറയുന്നുണ്ട്. ഇതൊരു വലിയ ഘടനാപരമായ പ്രശ്നം സൂചിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണം നിലവിലുള്ള ഭൂമി ഉപയോഗ നിയമങ്ങളാണ്. 1963 ഭൂപരിഷ്കരണ നിയമപ്രകാരം പ്ലാന്റേഷൻ ഭൂമിക്ക് ചില ഇളവുകൾ നൽകിയിരുന്നു. പക്ഷേ ഇതോടൊപ്പം ചില കഠിന നിയന്ത്രണങ്ങളും രൂപപ്പെട്ടു. നിശ്ചിത വിലകൾക്ക് പുറത്ത് മറ്റെന്തെങ്കിലും കൃഷി ചെയ്താൽ ആ ഭൂമിക്ക് പ്ലാന്റേഷൻ പദവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. 2012 5% വരെ വൈവിധ്യവൽക്കരണം അനുവദിച്ചെങ്കിലും ഇത് പ്രായോഗികമായി മതിയായതല്ല. അതുപോലെ ഒരു വിളയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ പോലും അധികാരികളുടെ അനുമതി ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ഒറ്റവിള കൃഷി ശക്തിപ്പെടുന്നതിനൊപ്പം വിപണിയിലെ മാറ്റങ്ങൾക്കും കാലാവസ്ഥാ പ്രശ്നങ്ങളോടും പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഇതിനൊപ്പം ചെലവും ഉയരുകയാണ്. ഇന്ത്യയിൽ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് കേരളത്തിലാണ്. 2021 ഇത് 414 രൂപയിൽ കൂടുതലായിരുന്നു. ഉൽപാദന ചെലവിന്റെ 60 മുതൽ 65% വരെ തൊഴിലാളി വേതനമാണ്. തൊഴിലാളികളുടെ കുറവും യന്ത്രവൽക്കരണത്തിന്റെ അഭാവവും കൂടി ചേർന്ന് മേഖലയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനായി മറ്റു സംസ്ഥാനങ്ങളും രാജ്യങ്ങളും കാലാനുസൃതമായ നിയമ ഭേദഗതികൾ സ്വീകരിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ തേയിലത്തോട്ടങ്ങളുടെ 30% വരെ ടൂറിസത്തിനായി ഉപയോഗിക്കാം. ശ്രീലങ്കയിൽ വിളവൈവിധ്യം പ്രോത്സാഹിപ്പിക്കുന്നു. വിയറ്റ്നാം, തായ്ലാന്റ് എന്നിവിടങ്ങളിൽ ഇന്റർക്രോപ്പിംഗ്, അഗ്രോ ഫോറസ്ട്രി രീതികൾ പ്രചാരത്തിലുണ്ട്. ഇവ കാണിക്കുന്നത് നിയന്ത്രിതമായ വൈവിധ്യം വഴി സാമ്പത്തിക ലാഭവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നതാണ്. കേരളത്തിലെ പ്ലാന്റേഷൻ മേഖലയെ ശക്തിപ്പെടുത്താൻ ചില നിർണായക മാറ്റങ്ങൾ ആവശ്യമാണ്. വിളവൈവിധ്യത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക, പ്ലാന്റേഷൻ വിളകളുടെ നിർവചനം വിപുലപ്പെടുത്തുക, അനുമതി നടപടികൾ ലളിതമാക്കുക, യന്ത്രവൽക്കരണവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക, മൂല്യവർദ്ധന പ്രവർത്തനങ്ങൾക്ക് അവസരം നൽകുക, ടൂറിസവും അഗ്രോ ഫോറസ്ട്രിയും പിന്തുണയ്ക്കുക. കേരളത്തിലെ പ്ലാന്റേഷൻ മേഖല കൃഷി എന്നതിനേക്കാൾ ഉപരി തൊഴിൽ, പരിസ്ഥിതി, സമ്പദ് വ്യവസ്ഥ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ വേണ്ടത് സംരക്ഷണം മാത്രമല്ല, മാറ്റത്തിന് ഒത്തുചേരലാണ്. ശരിയായ നയപരിഷ്കാരങ്ങൾ വഴി ഈ മേഖലയെ കൂടുതൽ സ്ഥിരതയുള്ളതും മത്സരക്ഷമയുള്ളതുമാക്കുക എന്നതാണ്.